ശേഷം മത്സരത്തിന് പങ്കെടുത്ത എല്ലാവരും സന്തോഷത്തോടെ വരുമ്പോഴും തിരിച്ചു പോകുമ്പോൾ നിരാശയുടെ മുഖമായാണ് പോകുന്നത്. അപ്പോഴും അർജുനൻ തന്റേതായ വേറെ ഒരു ലോകത്തായിരുന്നു. പെട്ടെന്നാണ് മന്ത്രി വേദിയിൽ വന്നു പറഞ്ഞത്, മത്സരത്തിന് പങ്കെടുത്ത എല്ലാവരും പിന്മാറിയിരിക്കുന്നു. ഇനി ആരെങ്കിലും മത്സരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അർജുനൻ തന്റെ സ്വബോധത്തിൽ തിരികെ വന്നപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത്. ഒരു നിമിഷത്തേക്ക് താൻ ആരെയാണോ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് അവൾക്ക് വേണ്ടിയല്ലേ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അവളെ സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ ഈ മത്സരം പോലും. കുറച്ചു നേരത്തിനു ശേഷം പെട്ടെന്നാണ് എല്ലാവരുടെയും കണ്ണുകൾ ഒരാളിലേക്ക് മാത്രമായി ഒതുങ്ങിയത്. അർജുനൻ ആ മത്സരസ്ഥാനത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടേയിരുന്നു. കണ്ടുനിന്ന എല്ലാവരും, എന്തിനു പറയണം, ദ്രൗപദിയടക്കം മനസ്സിൽ ഉറപ്പിച്ചു, മത്സരിച്ച എല്ലാവരെയും പോലെ തോൽവി സമ്മതിച്ച് തിരിച്ചു പോകുമെന്ന്. ഒരു നിമിഷത്തേക്ക് അവിടെ ആകെ മൗനമായി. എല്ലാവരുടെ മുന്നിൽ തന്റെ മുഖം അർജുനൻ പരിചിതനാക്കി. നിമിഷ നേരത്തിനകം തന്റെ ലക്ഷ്യസ്ഥാനമായ ആ മത്സ്യത്തിന്റെ കണ്ണുകളിലേക്ക് വില്ല് കൊലച്ചു. കണ്ടുനിന്ന ഒരാളുടെയും കണ്ണുകൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. എല്ലാവരും അത്ഭുതത്തോടെയായിരുന്നു അത് കണ്ടത്. അയാൾ ആ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു. ദ്രൗപദിയുടെ കണ്ണുകൾ ആ യോദ്ധാവിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി. കണ്ടുനിന്ന പാണ്ഡവ സഹോദരന്മാർക്ക് അഭിമാന നിമിഷമായി മാറി. ഭീമൻ തന്റെ സന്തോഷം തന്റെ സഹോദരന്റെ നാമത്തിൽ ഉറക്കെ വിളിച്ച് പ്രകടിപ്പിച്ചു, അർജുന!